ഹായ് ഹലോ എല്ലാവർക്കും അമ്പുഡൂസ് ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന സോസൊക്കെ വെച്ചിട്ട് റെഡ് കളറിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അമ്പുഡൂസിൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ്. ലാസ്റ്റ് അമ്പുഡൂസിൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തു, ഒരു പാനല്ല ഒരു ചട്ടി എന്തായാലും പറയാം, അതെടുത്തു. അതിലോട്ട് പാസ്ത ഇട്ടു, ഉപ്പും ഇട്ടു, വെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതവിടെ വേവിക്കാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, തക്കാളി ഇത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കി ചേർക്കാം. എൻ്റെ വീട്ടിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി ഒന്ന് റെഡ് കളർ ആവാനായിട്ട് അതൊന്ന് റെഡ് കളർ ആവാൻ വേണ്ടി വെച്ചു. അതിലൊന്ന് റെഡ് കളർ ആയപ്പോൾ ആവശ്യത്തിന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. അതും ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇതാ ക്യാരറ്റും തക്കാളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരിക. അപ്പോഴത്തേക്കും എന്താ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം അമ്പുഡൂസിന് എരി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതാ നമ്മുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അത് വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാൻ എടുക്കുക, അതിനകത്ത് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടൊന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും കുറച്ച് മൈദാമാവ് ഇടുക. ആവശ്യത്തിന് മൈദാമാവ് നിങ്ങൾക്ക് ഇടാം കേട്ടോ. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുക. അതിങ്ങനെ കുറുകി നമ്മുടെ ഒരു സോസ് പരുവാവണ വരെ പാലൊഴിച്ച് റെഡിയാക്കി ഇടുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പച്ചക്കറി റെഡിയാക്കി വെച്ചേക്കണം അത് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ആ പാസ്തയിൽ വേവിച്ച് വെച്ചേക്കുന്നത് അതും ഇതിനകത്ത് ഇടുക. പാസ്ത ഞാൻ ഉപ്പും എണ്ണയും ഒഴിച്ചാണ് വേവിച്ചത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാണ് വേവിച്ചത്. എന്നിട്ട് പാസ്ത വേവിച്ച വെള്ളമാണ് കേട്ടോ, പാസ്ത റെഡിയാക്കിയ വെള്ളമാണ്, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ നമ്മുടെ ഒറിഗാനോ ഉണ്ടായിരുന്നു വീട്ടിൽ, കുറച്ച് മണത്തിന് വേണ്ടി ഞാൻ അതും ഇട്ടു. കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പുഡൂസിന് കൊടുക്കാം. എന്നിട്ട് എന്താ പറയണമെന്ന് നോക്കാം. അപ്പം നമ്മുടെ അമ്പുഡൂസാണ് കഴിക്കാൻ പോണേ. കഴിച്ചോ അമ്പുഡൂസാ? എങ്ങനെയുണ്ട്? ആ സൂപ്പർ, മിഷൻ സക്സസ്. എങ്ങനെയുണ്ട് അമ്പുഡൂസാ? സൂപ്പർ. ഇങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും. അവൻ അങ്ങനെ ആക്കാൻ അറിയുള്ളൂ കേട്ടോ. ഇവിടെ പോയിന്ന് കഴിക്കാം. അമ്മയ്ക്കും കൂടെ സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര മഴ. ബൈ 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 ബൈ.